തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് വെറും വാഗ്ദാനങ്ങൾ കൊണ്ടല്ല, ജനങ്ങളുടെ ജീവിതം തൊട്ടറിയുന്ന കൃത്യമായ പ്രവർത്തന പദ്ധതികൾ കൊണ്ടാണ്. ഇന്ന് നമ്മൾ കേരളത്തിലെ കളമശ്ശേരി എന്ന നിയോജക മണ്ഡലത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഉള്ളറകൾ പഠിക്കാൻ, വിജയത്തിലേക്കുള്ള വഴികൾ മനസ്സിലാക്കാൻ. ഒരു നിയോജക മണ്ഡലം എന്നു പറയുന്നത് വെറുമൊരു ഭൂപ്രദേശമല്ല. അവിടെയുള്ള ഓരോ വോട്ടിലും ഒരു കുടുംബത്തിന്റെ സ്വപ്നമുണ്ട്, ഒരു നാടിന്റെ തന്നെ ഭാവിയുണ്ട്. ആ പ്രതീക്ഷകളുടെയും കണക്കുകൂട്ടലുകളുടെയും ലോകത്തേക്കാണ് നമ്മുടെ ഈ യാത്ര. അപ്പോ നമുക്ക് ഈ യാത്ര തുടങ്ങാം. കളമശ്ശേരിയുടെ മണ്ണിൽ നിന്ന് തുടങ്ങി അവിടത്തെ ജനവിധിയിലൂടെയും പരാതികളിലൂടെയും കടന്ന് ഭരണത്തിനുള്ള ഒരു പുതിയ രൂപരേഖയിൽ നമുക്ക് എത്തിച്ചേരാം. 6 ഘട്ടങ്ങളിലൂടെ നമുക്ക് ഈ കഥ പൂർത്തിയാക്കാം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് അവിടുത്തെ മണ്ണറിഞ്ഞുകൊണ്ടാണ്. അപ്പോ ആരാണ് ഈ കളമശ്ശേരിക്കാർ? എന്താണ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്? നമുക്ക് നോക്കാം. കളമശ്ശേരിയുടെ ഒരു സാമൂഹിക ചിത്രം നോക്കിയാൽ അതൊരു ചെറിയ കേരളം പോലെയാണ്. ഏകദേശം 45 മുതൽ 50% വരെ ഹിന്ദുക്കൾ, 35% മുസ്ലിങ്ങൾ, പിന്നെ ഒരു 23 മുതൽ 35% വരെ ക്രിസ്ത്യാനികളും. അതായത് ഒരു സമുദായത്തിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരിടം. ഇവിടെ എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോയേ പറ്റൂ. പക്ഷേ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഈ കണക്കുകൾ മാത്രം നോക്കിയാണോ? അല്ല. അവരുടെ ജാതിക്കും മതത്തിനും അപ്പുറം അവരെയെല്ലാം ഒരുമിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതും അതുതന്നെയാണ്. ഓരോ പൗരനും അവരുടെ പശ്ചാത്തലം എന്തുതന്നെയായാലും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഭരണം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കളമശ്ശേരിയിലെ ഓരോ വീട്ടിലും കേൾക്കുന്ന 4 പ്രധാന പരാതികളുണ്ട്. 1. കുടിക്കാൻ നല്ല വെള്ളമില്ല. 2. റോഡിലെ ബ്ലോക്ക്. 3. ചെറുപ്പക്കാർക്ക് ജോലിയില്ല. 4. സാധനങ്ങൾക്ക് തീ പിടിച്ച വില. ഇവയാണ് യഥാർത്ഥ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോ 2021 ഈ പ്രശ്നങ്ങളോട് കളമശ്ശേരിയിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ കണക്കുകൾ നമുക്കെന്താണ് പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം. ഇവിടെയാണ് കളിമാറിയത്. 2016 UDFനായിരുന്നു മുൻതൂക്കം, 44% കൂടുതൽ വോട്ട്. എന്നാൽ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും 2021 ചിത്രം മുഴുവനായി മാറി. LDF ഏകദേശം 50%ലേക്ക് കുതിച്ചപ്പോൾ UDF 40 താഴേക്ക് പോയി. ഇതൊരു സാധാരണ ജയമല്ല, ഇതൊരു വ്യക്തമായ രാഷ്ട്രീയ മാറ്റമാണ്. 15,300 വോട്ടുകൾ, അതായിരുന്നു ഭൂരിപക്ഷം. ഇത് വെറുമൊരു സംഖ്യയല്ല, മാറ്റം വേണമെന്നാഗ്രഹിച്ച 10,000കണക്കിന് മനുഷ്യരുടെ തീരുമാനമാണത്. പക്ഷേ ഈ വിജയത്തിനിടയിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞു, ഏകദേശം 4%. അപ്പോ ആരാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്? നിലവിലുള്ള ഭരണത്തിൽ നിരാശരായവരാണോ, അതോ പുതിയൊരു മാറ്റം പ്രതീക്ഷിക്കാത്ത നിഷ്പക്ഷ വോട്ടർമാരാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത തിരഞ്ഞെടുപ്പിന്റെ താക്കോലാണ്. ഇനി നമുക്ക് ഈ കണക്കുകൾക്ക് പിന്നിലുള്ള മനുഷ്യരുടെ അടുത്തേക്ക് പോകാം. അവരുടെ ഉള്ളിലെ അതൃപ്തിക്ക് കാരണമെന്തായിരുന്നു? അവരുടെ ജീവിതത്തിലെ വേദനകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ശുദ്ധമായ കുടിവെള്ളം. ഒരു നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ ഇപ്പോഴും ടാങ്കർ ലോറികളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ്. ഇത് വെറുമൊരു ബുദ്ധിമുട്ടല്ല, ജനങ്ങളുടെ ആരോഗ്യത്തെയും അന്തസ്സിനെയും ബാധിക്കുന്ന ഒന്നാണ്. അടുത്തത്, റോഡിലെ കുരുക്ക്. ഇത് ഓരോ ദിവസവും ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മണിക്കൂറുകളാണ് മോഷ്ടിക്കുന്നത്. ആ സമയം അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാമായിരുന്നു, അല്ലെങ്കിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാമായിരുന്നു. റോഡിലെ ഈ തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലെ തന്നെ വലിയ തടസ്സങ്ങളായി മാറുകയാണ്. മൂന്നാമത്തെ കാര്യം, പൊതുജനാരോഗ്യം. സർക്കാർ ആശുപത്രിയിലെ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ കടം വാങ്ങിയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതവരുടെ ഒരു മാസത്തെ ബഡ്ജറ്റ് തന്നെ തകർക്കും. ആരോഗ്യമെന്നതൊരു അവകാശമാണ്, സാമ്പത്തിക ഭാരമാകരുത്. അവസാനമായി, ഭരണരംഗത്തെ കാര്യക്ഷമതയില്ലായ്മ. ഒരു റേഷൻ കാർഡ് കിട്ടാൻ മാസങ്ങളോളം നടക്കേണ്ടിവരുന്ന ഒരാൾക്ക് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ എങ്ങനെയാണ് വിശ്വാസം വരിക? അപ്പോ വെള്ളം, വഴി, ആരോഗ്യം, ഭരണം, ഈ 4 കാര്യങ്ങളിലും വീഴ്ച വന്നാൽ ജനവിധി മാറും, ഉറപ്പാണ്. ഇനി നമുക്ക് ഈ രാഷ്ട്രീയ കളിത്തിലെ പ്രധാന കളിക്കാരെ ഒന്ന് നോക്കാം. ഇത് വ്യക്തികളെക്കുറിച്ചുള്ളൊരു വിശകലനമല്ല, ഓർക്കണം. മറിച്ച് അവർ പ്രതിനിധീകരിക്കുന്ന സംവിധാനങ്ങളെയും അവരുടെ തന്ത്രങ്ങളെയുമാണ് നമ്മളെ വിലയിരുത്തുന്നത്. 2021 കളമശ്ശേരിയിലെ മത്സരം 2 വ്യക്തികൾ തമ്മിലായിരുന്നില്ല, അത് 2 രാഷ്ട്രീയ സമീപനങ്ങൾ തമ്മിലായിരുന്നു. ഭരണത്തിന്റെ കരുത്തുമായി LDF വന്നപ്പോൾ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ
UDF ശ്രമിച്ചു. അവരുടെ ശക്തിയും ദൗർബല്യങ്ങളും എന്തൊക്കെയായിരുന്നു? ഇപ്പോഴത്തെ MLAയും മന്ത്രിയുമായ പി രാജീവിനെ നോക്കാം. ഒരു വശത്ത് മന്ത്രി എന്ന നിലയിൽ വികസനം കൊണ്ടുവരാനുള്ള അധികാരം ഒരു വലിയ ശക്തിയാണ്. മറുവശത്ത് ആളുകളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതും ഒരു ബിസിനസ് വിരുദ്ധൻ എന്ന പേരുവീണതും ദൗർബല്യമാണ്. അധികാരം ഒരു ഇരുതലവാളാണ്. വികസനം കാണിച്ചു വോട്ട് ചോദിക്കാം, പക്ഷേ ജനങ്ങളുടെ ജീവിതച്ചെലവ് കൂടിയാൽ അതേ അധികാരം ഒരു ബാധ്യതയായി മാറും. മറുവശത്ത് UDFന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്താണ്? അവരുടെ പരമ്പരാഗത ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മാത്രം വച്ച് ജയിക്കാനാവില്ല. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഭരണത്തിൽ അതൃപ്തിയുള്ള മറ്റ് സമുദായങ്ങളെയും തൊഴിലില്ലായ്മ കൊണ്ട് മടുത്ത ചെറുപ്പക്കാരെയും കഴിഞ്ഞ തവണ ചെറിയ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരെയും ഒരുമിച്ച് നിർത്തുക എന്നതാണ്. ഇതൊരു രാഷ്ട്രീയ സഖ്യമല്ല, ഒരു സാമൂഹിക സഖ്യമാണ് കെട്ടിപ്പടുക്കേണ്ടത്. ഓക്കെ, വിശകലനമൊക്കെ മതി. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം. ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കളമശ്ശേരിക്ക് വേണ്ടി എങ്ങനെയൊരു നല്ല ഭാവിയും ആ ഭാവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജയവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രമാണ് ചതുർമുഖ സിദ്ധാന്തം. ഇതിലെ ആദ്യത്തെ മുഖം ശിവന്റേതാണ്, അതായത് ആക്രമണം. ഇതുവരും രാഷ്ട്രീയ ആരോപണങ്ങളല്ല, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കെടുകാര്യസ്ഥത, ഇങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഭരണപക്ഷത്തിന്റെ പരാജയങ്ങൾ തുറന്നുകാട്ടുന്ന ഒരു തന്ത്രം. രണ്ടാമത്തെ മുഖം വിഷ്ണുവിന്റേതാണ്, സ്ഥിരത. ഈ രാഷ്ട്രീയ ബഹളങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാധാനവും സുരക്ഷയും ഉറപ്പു നൽകുന്ന ഒരു നേതാവായി സ്വയം അവതരിപ്പിക്കണം. വികസനം മാത്രമല്ല, സാമൂഹിക സൗഹാർദ്ദവും ഞങ്ങൾ ഉറപ്പുതരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മൂന്നാമത്തത് ബ്രഹ്മാവിന്റെ മുഖം, നൂതനാശയം. തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാർക്ക് പഴയ വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തു. അവർക്ക് വേണ്ടത് പുതിയ അവസരങ്ങളാണ്. ടെക് പാർക്കുകൾ, സ്റ്റാർട്ടപ്പുകൾ. കളമശ്ശേരിയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് അവർക്കൊരു പുതിയ സ്വപ്നം കൊടുക്കണം. നാലാമത്തെയും അവസാനത്തെയും മുഖം ദുർഗയുടേതാണ്, സംരക്ഷണം. ജനങ്ങളുടെ അവകാശങ്ങൾക്കും ക്ഷേമപദ്ധതികൾക്കും കാവൽ നിൽക്കുന്ന ഒരു ശക്തിയായി മാറണം. ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും ആശങ്കകൾ കേൾക്കണം, അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. ആർക്കും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് വാഗ്ദാനം ചെയ്യേണ്ടത്. പക്ഷേ ഈ വലിയ സിദ്ധാന്തങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവർക്ക് തൊട്ടറിയാൻ പറ്റുന്ന മാറ്റങ്ങൾ വേണം. ഉദാഹരണത്തിന് HMT ജംഗ്ഷനിൽ ഒരു മേൽപ്പാലം വന്നാൽ അതവരുടെ യാത്രാസമയം കുറയ്ക്കും. ഒരു ഇന്നോവേഷൻ പാർക്ക് വന്നാൽ അതവരുടെ മക്കൾക്ക് ജോലി കൊടുക്കും. ജനറൽ ആശുപത്രിയിൽ ഒരു പുതിയ സ്കാൻ മെഷീൻ വന്നാൽ അതവരുടെ ചികിത്സാ ചെലവ് കുറയ്ക്കും. ഇത് വെറും വാഗ്ദാനങ്ങളല്ല, ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന ഉറപ്പുകളാണ്. തന്ത്രങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ അത് കൃത്യസമയത്ത് കൃത്യമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ജനങ്ങളുടെ വിവരങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണം. അവരുടെ സമ്മതമില്ലാതെ ഒരു വിവരവും ഉപയോഗിക്കരുത്. ജനങ്ങളുമായുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇവൊരു സാധാരണ ടൈംലൈൻ അല്ല, ഒരു യുദ്ധത്തിനുള്ള പദ്ധതിയാണ്. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചാൽ പ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടും. ബൂത്ത് കമ്മിറ്റികളാണ് നമ്മുടെ സൈന്യം. വോട്ടർമാരുടെ വിവരങ്ങളാണ് നമ്മുടെ ആയുധം. ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന കൃത്യമായ പ്ലാനുണ്ടെങ്കിൽ അവസാന ദിവസം വിജയം നമുക്കൊപ്പം നിൽക്കും. അതുകൊണ്ട് ഒന്നോർക്കുക, ഇന്നത്തെ രാഷ്ട്രീയം ഒരു ഭാഗ്യപരീക്ഷണമല്ല, അതൊരു ശാസ്ത്രമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഡാറ്റയായി കണ്ട് അതിന് പരിഹാരങ്ങളെന്ന അൽഗോരിതം ഉപയോഗിച്ച് മെച്ചപ്പെട്ട ജീവിതം എന്ന ഫലം നൽകുന്ന ഒരു തരം ഗവേണൻസ് എഞ്ചിനീയറിംഗ്. കളമശ്ശേരി നമുക്ക് തരുന്ന പാഠം ഇതാണ്: ജനങ്ങളെ കേൾക്കുക, വിവരങ്ങൾ ഉപയോഗിക്കുക, കൃത്യമായി പ്രവർത്തിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയരങ്ങളിൽ എത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.